കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17. നമ്മൾ ശ്ലോകം 10 തുടങ്ങിയുള്ളൂ. ഭഗവാൻ പറയണത് അങ്ങോട്ട് തുടങ്ങി അല്ലേ. ഭക്തി വർദ്ധിക്കാൻ തക്കമുള്ള ധർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ ആ ശ്ലോകത്തിൽ നമ്മൾ ഇത് പറഞ്ഞാണ് നിർത്തിയത്. അതായത് കൃതയുഗത്തിൻ്റെ ആദ്യം, അതായത് ഈ കൽപ്പത്തിൻ്റെ ആദ്യമുള്ള കൃതയുഗത്തിൽ മനുഷ്യൻ ഒക്കെ എല്ലാവരും ഹംസവർണ്ണത്തിൽപ്പെട്ടതാണ്. ഒരേ ഒരു വർണ്ണേ ഉള്ളൂ. അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എല്ലാവരും ഒരു കളങ്കവും ഇല്ലാത്ത സാത്വികന്മാരായിരുന്നു. ജന്മനാ തന്നെ അവർ കൃതകൃത്യരാണ്. അതുകൊണ്ടാണ് ആ യുഗത്തിന് കൃതയുഗം എന്ന് പേര് എന്ന് പറഞ്ഞു അല്ലേ. ഇനിയും അന്ന് വേദം പോലും ഇല്ല, പ്രണവം മാത്രമാണ് വേദം എന്നൊക്കെയാണെങ്കിൽ പറയാൻ പോണത് കേട്ടോ. പിന്നെ ഭഗവാൻ അതാണ് വേദ പ്രണവ ഏവാഗ്രേ ധർമ്മോഹം വൃഷരൂപധൃക് ഉപാസതേ തപോനിഷ്ഠ ഹംസം മാം മുക്തകിൽബിഷാഹ. 11 അഗ്രേ, അതായത് അന്ന് ഈ കൃതയുഗത്തിൽ വേദം പ്രണവ പ്രണരൂപമായിരുന്നു. പ്രണവം എന്ന് വേദം പ്രണവായിരുന്നു അന്ന് കൃതയുഗത്തിൽ. ഇങ്ങനെ 4 വേദമൊന്നും ആയിട്ടില്ല. വേദം എന്ന് പറഞ്ഞാൽ പ്രണവം മാത്രമായിരുന്നു. ധർമ്മവും വൃഷ 4 പാദങ്ങളോട് വൃഷഭരൂപധൃക്ക്, അതായത് വൃഷഭരൂപ ധരിച്ചിട്ടാണ് എന്താ ധർമ്മം. കാളയുടെ 4 പാദങ്ങളുള്ള കാള ആയിട്ടാണ് ധർമ്മം. അത് നമ്മൾ കലീടത്തിലൊക്കെ കണ്ടുല്ലോ. അഹം ഞാൻ തപോനിഷ്ഠാഹ തപസ്സിനെ അനുഷ്ഠിക്കുന്നവരും മുക്ത കിൽബിഷാഹ ആയതുകൊണ്ട് പാപം തീർന്നവരുമായ ജനങ്ങൾ. മുക്ത കിൽബിഷന്മാരെച്ചാൽ പാപത്തുനിന്ന് മുക്തരായവർ. ഹംസം മാം ഹംസരൂപിയായ എന്നെ ഉപാസിക്കുന്നു. എല്ലാവരും ഹംസന്മാരാണ്. ആൻഡ് പിന്നെ എന്താണ് കൃതയുഗത്തിൽ ഹംസരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് എല്ലാവരും ഉപാസിക്കുന്നത്. അപ്പോൾ അന്ന് അതായത് കൃതയുഗത്തിൻ്റെ ആരംഭത്തിൽ വേദം പ്രണവസ്വരൂപം തന്നെയായിരുന്നു. പ്രണവല്ലാണ്ട് വേറൊന്നില്ല. വേദം പ്രണവം തന്നെയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഹേ ഉദ്ധവ, ഞാൻ അന്ന് 4 പാദങ്ങളോട് കൂടിയ ധർമ്മസ്വരൂപിയായിരുന്നു എന്ന്. അന്നത്തെ ആളുകൾ വളരെ പരിശുദ്ധരാണ്, മുക്ത കിൽബിഷന്മാരാണ് അല്ലേ. മാത്രമല്ല ധ്യാന തത്പരന്മാരുമായിരുന്നു. അതുകൊണ്ട് അവർ എന്നെ ഹംസരൂപത്തിലാണ് എന്നെ ധ്യാനിച്ചിരുന്നത്. അതായത് അന്നത്തെ പിന്നെ ഉപാസനാ മാർഗം ഹംസരൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കൽ തന്നെയായിരുന്നു കൃതയുഗത്തിൽ. പ്രണവം മാത്രമേ വേദമുള്ളൂ. വേദമന്ത്രങ്ങൾ ചൊല്ലൊന്നും വേണ്ട. പ്രണവസ്വരൂപിയായിട്ടാണ് വേദം കൃതയുഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാരൊക്കെ മുക്തകിൽമിഷന്മാരായിരുന്നു. പറഞ്ഞാൽ എന്താ, അവർ പരിശുദ്ധരായിരുന്നു. അപ്പം അവർ ഹംസരൂപത്തിലുള്ള എന്നെ, അതായത് ധർമ്മം തന്നെ രൂപിയായിട്ടുള്ള എന്നെ ഹംസരൂപത്തിലാണ്. അന്ന് ധർമ്മത്തിൻ്റെ എല്ലാ പാദങ്ങളും ഉണ്ടേ. അപ്പോൾ സത്യം, ക്ഷമ, ദയ എല്ലാ പാദങ്ങളും ഉണ്ട്. അപ്പം അന്ന് പിന്നെ എന്നെ ഹംസരൂപിയായിട്ടാണ് അന്നത്തെ പാപവിമുക്തരായിട്ടുള്ള കൃതയുഗത്തെ ജനങ്ങൾ എന്നെ ധ്യാനിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഉപാസന എന്നെ ധ്യാനിക്കൽ തന്നെ ആയിരുന്നു. വേറൊന്നുമില്ല. അതായത് യജ്ഞങ്ങൾ, മന്ത്രങ്ങൾ ഒന്നും വേണ്ട. എപ്പോഴും കൃതയുഗത്തിലെ ആൾക്കാർ ഭഗവാനെ ഹംസരൂപത്തിലാണ് ധ്യാനിക്കുന്നത്. അവരൊക്കെ പരമഹംസന്മാരാണ് എന്നർത്ഥം. അത്ര പരിശുദ്ധന്മാരായിരുന്നു. അപ്പോൾ വേറൊരു തരത്തിലുള്ള സാധനകളും അവർക്ക് ഉപാസനാ മാർഗങ്ങളും അവർക്ക് വേണ്ട. വേദം പ്രണവം തന്നെ വേദമാണ്. അത്ര പരിശുദ്ധരാവാൻ വേണ്ടി അവർക്ക് വേറൊരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും അവർ ധ്യാനനിരതരായിരുന്നു. അതായത് കൃതയുഗത്തിലെ എല്ലാവരുടെയും ഉപാസനാമാർഗം എന്നെ ധ്യാനിക്കൽ തന്നെയായിരുന്നു. വേദപ്രണവ ഏവാഗ്രേ ധർമ്മോഹം വൃഷരൂപധൃക് ഉപാസതേ തപോനിഷ്ഠാ ഹംസം മാം മുക്തകിൽബിഷാഹ. ത്രേതാമുഖേ മഹാഭാഗ പ്രാണാന്മേ ഹൃദയാത് ത്രയീ വിദ്യ പ്രാദുരഭൂതസ്യ അഹമാസം ത്രിവിർന്മഖ. അപ്പോൾ ഇനി ത്രേതായുഗാകുമ്പോഴേക്കും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. മഹാഭാഗ, ഹേ ഉദ്ധവ,
ത്രേതാമുഖേ, അതായത് ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ, മുഖം പറഞ്ഞാൽ ആരംഭത്തിൽ, മേ ഹൃദയാത്, എൻ്റെ ഹൃദയത്തിൽ നിന്നും, പ്രാണാത്, അതായത് പ്രാണൻ രൂപത്തിൽ, അതായത് ഭഗവാന്റെ നിശ്വാസ രൂപത്തിൽ, ത്രയീവിദ്യ, ഹൃക്ക് യജുസ് സാമം എന്ന 3 വേദങ്ങൾ പ്രാദുരഭൂത്, ആവിർഭവിച്ചു. അതായത് കൃതയുഗത്തിലെ വേദങ്ങൾ നൽകിയിട്ടില്ല ഭഗവാൻ്റെ, ആവശ്യമില്ല. അതാണ് തസ്യ, അത്ര പരിശുദ്ധനാണ്. തസ്യാഹ, ആ വേദത്തിൽ നിന്നും, ത്രിവൃത്, 3 ഏതാണ്, ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ് എന്നീ 3 ഭാവങ്ങളോടുകൂടിയ യജ്ഞസ്വരൂപിയായി ഞാൻ ഉണ്ടായി എന്ന്. അഹം, ഞാൻ തന്നെ ഭവിച്ചു എന്ന്. ത്രേതായുഗത്തിൽ എന്താ ഉണ്ടായത്, പിന്നെ എന്താണെന്നാണ് പറയണത് കേട്ടോ. അതായത് യജ്ഞാതി ക്രിയകളൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ കൃതയുഗത്തിലേ. അപ്പോൾ ജനങ്ങൾ ഏകാഗ്രമായിട്ടുള്ള ധ്യാനം കൊണ്ടാണ് അവർ എന്നെ ഉപാസിച്ചിരുന്നതെന്ന് പറഞ്ഞുല്ലോ. ഇനിയിപ്പോൾ ത്രേതായുഗം ആയപ്പോൾ ഈ വിരാട് സ്വരൂപിയായിട്ടുള്ള എൻ്റെ നിശ്വാസത്തിൽ നിന്ന് വേദങ്ങൾ ഉണ്ടായി. എൻ്റെ ശ്വാസം, ഞാൻ ത്രേതായുഗം ആയപ്പോഴേക്കും വിരാട് രൂപിയായി. അപ്പോൾ വിരാട് സ്വരൂപം ആയി. അപ്പോൾ എൻ്റെ നിശ്വാസത്തിൽ നിന്നാണ് വേദം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ് എങ്ങനെ 3 മുഖങ്ങളോട് കൂടിയവനായി ഭവിച്ചു എന്ന്. എനിക്കപ്പോൾ 3 വേദങ്ങൾ എൻ്റെ മുഖത്തു നിന്നുണ്ടായി എന്നും പറയാം, വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഈ പിന്നെ എന്താണ്, ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ പ്രാണൻ രൂപത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദരൂപമായിട്ടുള്ള വിദ്യ ഉണ്ടായി. ആ വേദത്തിൽ നിന്ന് ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ് എന്നീ 3 മുഖങ്ങളോട് അല്ലെങ്കിൽ ഭാവങ്ങളോട് കൂടിയ യജ്ഞസ്വരൂപനായി ഞാൻ തീർന്നു. ത്രേതായുഗത്തിൽ. അപ്പോഴാണ് യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണേ. ഇനി എങ്ങനെയാണ് വർണ്ണാശ്രമങ്ങൾ ഉണ്ടായെന്നൊക്കെ, അല്ലേ, മുഖത്തുനിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, അതൊക്കെ നമ്മളൊക്കെ ചെയ്തൂലെ മുമ്പേ. അതാണ് ഇനി പറയാൻ പോകണം കേട്ടോ. ത്രേതാമുഖേ മഹാഭാഗ പ്രാണാന്മേ ഹൃദയാത്രയി വിദ്യ പ്രാദുരഭൂതസ്യ അഹമാസം ത്രിവിർമുഖ. 3 മുഖമുള്ളവനായിച്ചാൽ 3 വേദങ്ങളെ, വേദമൂർത്തി യജ്ഞസ്വരൂപനായി തീർന്നു. ഇനി 13 വിപ്രക്ഷത്രിയ വിഡ് ശൂദ്ര, 4 വർണ്ണങ്ങളെ. മുഖബാഹൂരുപാദജാഹ, മുഖത്തുനിന്നും കയ്യിന്നും തുടയുന്നും പാദങ്ങളിൽ നിന്നും ഉണ്ടായില്ലോ. വൈരാജാത് പുരുഷാജ്ഞാത യ ആത്മാചാരലക്ഷണാഹ. വൈരാജാത് പുരുഷാജ്ഞാത, വിരാട് പുരുഷനിൽ നിന്നും ജനിച്ച ആരൊക്കെ? വിപ്രക്ഷത്രിയ വിട്ട് ശൂദ്രാഹ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇവർ ക്രമത്തിൽ പറഞ്ഞാൽ മുഖ ബാഹൂരുപാദോഹോ പാദജോഹോ, ജനിക്ക ജ എന്നുണ്ടല്ലോ. അപ്പോൾ മുഖബാഹൂരുപാദജോഹോ, അതായത് ക്രമത്തിൽ പറയുക വെച്ചാൽ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു. അവർ ആത്മാചാര ലക്ഷണാഹ, അവരവരുടെ ആചാരങ്ങളാൽ അറിയുവാൻ അർഹതയുള്ളവരായി. ഇനിയാണ് ഇപ്പോൾ ഭഗവാൻ പറയണത് എങ്ങനെയാണ്. അതൊക്കെ ത്രേതായുഗത്തിൽ, അതൊന്നും ഉണ്ടായിരുന്നില്ല കൃതയുഗത്തിലേ, അല്ലേ. ഇങ്ങനെ 3 മുഖങ്ങളോടുകൂടിയനായി ഭവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി വിരാട് പുരുഷൻ്റെ മുഖത്തുനിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടാകുന്നു. എന്നിട്ട് ഓരോരുത്തരും, ഓരോ വർണ്ണത്തിലുള്ളവരും അവരവരുടേതായ ഗുണകർമ്മങ്ങളെ ഒക്കെ ചെയ്യുക. അങ്ങനെയാണ് തുടങ്ങിയത് ത്രേതായുഗത്തിൽ. അതായത് അവരുടെ കഴിവും ഇഷ്ടവും അനുസരിച്ച് അത് അങ്ങനെയാണത് ഉണ്ടായത്. അല്ലാതെ ജന്മനാൽ ഉണ്ടായതല്ല. ജനിച്ചു കഴിഞ്ഞ് ജ്ഞാനം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാഹ്മണരായി, നല്ല ഉശിരും നമ്മളെ രക്ഷിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരു ക്ഷത്രിയരായി, ഈ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്ത് സൊസൈറ്റിക്ക് പൈസയും ഒക്കെ ശരിയാക്കി കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ധനം പരിപാലിക്കാൻ അറിയണ വൈശ്യന്മാരായി. ഇതൊന്നും അറിയില്ല, അത്ര ബുദ്ധിയില്ലാത്തവർ ഇവർക്കൊക്കെ വേണ്ടി സഹായം ചെയ്യുക, അവർ ശൂദ്രന്മാരായി. അങ്ങനെയാണല്ലോ. ഇനി
വിപ്രക്ഷത്രിയ വിദ് ശൂദ്ര മുഖബാഹൂരുപാദജാഹ വൈരാജാത് പുരുഷാജാത യ ആത്മാചാരലക്ഷണാഹ. ഇനി 14. ഗൃഹാശ്രമോ ജഘനതോ ബ്രഹ്മചര്യം ഹൃദോ മമ വക്ഷസ്ഥലാദ്വനേ വാസോ ന്യാസ ശീർഷണി സംസ്ഥിത. ഇനി ആശ്രമങ്ങളെ ഭഗവാന്റെ വിരാട് സ്വരൂപം വിരാട് പുരുഷൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് കേട്ടോ. മേ ജഘനത, എൻ്റെ ഈ എന്താണ് അരക്കെട്ടിൽ നിന്ന് ഗൃഹാശ്രമ ഹൃദ, ഗൃഹാശ്രമവും എൻ്റെ മേ മമ ജഘനത, എൻ്റെ അരക്കെട്ടിൽ നിന്ന് ഗൃഹാശ്രമവും ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യാശ്രമവും വക്ഷസ്ഥാനാത്, വക്ഷസ്ഥലത്തിൽ നിന്നും അതായത് മാറിൽ നിന്നും വാനപ്രസ്ഥവും വനേവാസ വെച്ചാൽ വാനപ്രസ്ഥവും സന്യാസാശ്രമം സന്യാസ ശീർഷണി സന്യാസാശ്രമം ശിരസിൽ നിന്നും സംസ്ഥിത ഉണ്ടായി. അതാണ് വർണ്ണങ്ങൾ പറഞ്ഞുല്ലോ. അപ്പം ഇനി ആശ്രമങ്ങൾ പറയാണ്. എൻ്റെ അരക്കെട്ടിൽ നിന്ന് ഗൃഹസ്ഥാശ്രമവും ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും പിന്നെ മാറിൽ നിന്ന് വാനപ്രസ്ഥവും അല്ലെങ്കിൽ നെഞ്ചിൽ നിന്ന് വാനപ്രസ്ഥവും ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി എന്ന് പറഞ്ഞു. അത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഗൃഹാശ്രമോ ജഘനതോ ബ്രഹ്മചര്യം ഹൃദോ മമ വക്ഷസ്ഥലാദ്വനേ വാസോ ന്യാസശീർഷണി സംസ്ഥിത. ഇനി ഓരോ വർണ്ണങ്ങളിലെ ആശ്രമങ്ങളുടെയും പിന്നെ ഇതിലെ ആൾക്കാരുടെ സ്വഭാവവിശേഷങ്ങളൊക്കെയാണ് അടുത്ത 5 ശ്ലോകം കൊണ്ട് പറയുന്നത് കേട്ടോ. അടുത്ത 5 ശ്ലോകങ്ങളിൽ ഓരോ വർണ്ണത്തിലത്തെ ആശ്രമങ്ങളിലെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ, അതുകൊണ്ടാണ് അങ്ങനെ തിരിയണതേ. വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണീ ആസൻ പ്രകൃതയോ നൃണാം നീചോത്തമോത്തമാഹ. വർണ്ണാനാമാശ്രമാണാം ച നൃണാം, വർണ്ണാശ്രമധർമ്മങ്ങളോടുകൂടിയ മനുഷ്യർക്ക് അല്ലേ. വർണ്ണാനാം ആശ്രമാണാം ച നൃണാം, ഈ വർണ്ണാശ്രമധർമ്മങ്ങളോടുകൂടിയ മനുഷ്യർക്ക് നീചൈഹി, നീചമായ സ്ഥാനത്താൽ നീചാഹ, നീചമായും ഉത്തമൈഹി ഉത്തമാഹ, ഉത്തമസ്ഥാനങ്ങളിൽ ഉത്തമങ്ങളും ജന്മഭൂമ്യനുസാരിണീഹി, ജനിച്ച സ്ഥലമനുസരിച്ച് പ്രകൃതയ സ്വഭാവങ്ങൾ ആസൻ ഉണ്ടായി. അതായത് വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മദേശത്തിൻ്റെ ഭേദം, എവിടെ ജനിച്ചു എന്നനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതായി അല്ലേ. എവിടെ ജനിക്കണമെന്നനുസരിച്ചിട്ട് ഈ ഓരോ വർണ്ണാശ്രമങ്ങളിലും ഉള്ളവരൊക്കെ എവിടെ ജനിക്കണു, അപ്പോൾ അവർക്ക് ആ ഒരു സറൗണ്ടിങ്സും എൻവിറോൺമെൻ്റല്ലേ ഉണ്ടാവുക. അപ്പോൾ ജന്മത്തിൻ്റെയും ദേശത്തിൻ്റെയും പിന്നെ ഏത് ദേശത്ത് ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു എന്നുള്ളതനുസരിച്ചിട്ട് ഈ വർണ്ണാശ്രമങ്ങളിൽ ജനിച്ചവരുടെയൊക്കെ സ്വഭാവവിശേഷങ്ങൾ പലതായിത്തീർന്നു. അതിൽ അത്ര നന്നല്ലാത്ത സ്ഥലങ്ങളിൽ ജനിച്ചവരുടെ വർണ്ണാശ്രമ ആചാരങ്ങൾ കുറച്ച് മോശവും, ഉത്കൃഷ്ട സ്ഥാനങ്ങളിലൊക്കെ ജനിച്ചു വളരാൻ സാധിച്ചവർക്ക് അവരുടെ ധർമ്മം ഉത്കൃഷ്ടങ്ങളുമായി ഭവിക്കുമല്ലോ നാച്ചുറലി അല്ലേ. നമ്മളെ ഒരുപാട് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അതാണ് ഇതിൽ പറയണത്. അതായത് വർണ്ണാശ്രമങ്ങളനുസരിച്ച് വാസന അനുസരിച്ചുണ്ട് കേട്ടോ. വാസന മാത്രമല്ല എന്ന് പറയാണ്. അതായത് ഓരോ ആശ്രമങ്ങളിലും പിന്നെ വർണ്ണാശ്രമങ്ങളിലൊക്കെ ജനിക്കണത് തന്നെ വാസന അനുസരിച്ചിട്ടാണ്. പക്ഷേ അതിന് പുറമെ വർണ്ണാശ്രമങ്ങളെയും ഈ എവിടെ ഏതൊക്കെ പിന്നെ സാഹചര്യത്തിൽ ജനിക്കുന്നു എന്നതിനെയും ആശ്രയിച്ച് ജനങ്ങൾ ചിലർ നീചന്മാരായി, ദുഷ്ടന്മാരായി, പിന്നെ ഉത്തമന്മാരായി, ചിലർ ഉത്തമോത്തമന്മാരായി, ചിലർ ദുഷ്ടന്മാരായി, ചിലർ അതിദുഷ്ടന്മാരായി, ചിലർ തരക്കടൊന്നുമില്ല സാധാരണ പോലെയായി, ചിലർ ഉത്തമന്മാരായി, ചിലർ വലിയ ഉത്തമോത്തമന്മാരായി. അങ്ങനെയൊക്കെ പലതും പിന്നെ ഈ വർണ്ണാശ്രമങ്ങളിൽ
നമ്മുടെ പൂർവ്വജന്മ വാസനകൾ കൊണ്ടും ജനിച്ച സ്ഥലത്തിൻ്റെ ദേശത്തിൻ്റെ സാഹചര്യം കൊണ്ടുമൊക്കെ പലരും പലതരത്തിലായിത്തീർന്നു എന്ന് പറയുകയാണ് ഭഗവാൻ. വർണ്ണാനാമാശ്രമാണാം ച ജന്മഭൂഭ്യനുസാരിണീ ആസൻ പ്രകൃതയോ നൃണാം നീചോത്തമോത്തമ. ചിലർ നീചന്മാരായി, ചിലർ അതിനീചന്മാരായി, ചിലർ ഉത്തമന്മാരായി, ചില ഉത്തരോത്തമന്മാരായി. രണ്ടും ഉണ്ട് കേട്ടോ. ജന്മവാസനയും എവിടെ ജനിച്ചു സാഹചര്യവും. ഇനി 16. ശമോദമസ്തപശൗചം സന്തോഷക്ഷാന്തിരാർജവം മദ്ഭക്തിശ്ച ദയാ സത്യം ബ്രഹ്മപ്രകൃതയസ്ത്വിമാഹ. ശമം ചാൽ മനസ്സിനെ നിയന്ത്രിക്കലാണ്, മനസ്സിനെ അടക്കലാണ് ശമം. ദമം ചാൽ നമ്മളെ ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. തപസ്, അതായത് നമ്മൾ തപസ് ചെയ്ത് നമ്മൾ തത്വം ആലോചിച്ച് അല്ലേ മനനമൊക്കെ ചെയ്യണ തപസ്. ശൗചം വൃത്തി, അകവും പുറവും ഒരുപോലെ വൃത്തിയാക്കിയിട്ട് വെക്കലാണ് ശൗചം. സന്തോഷം അതൃപ്തിയും. ക്ഷാന്തി ക്ഷമ. ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നല്ല ഒരു കാപട്ടില്ലായ. മദ്ഭക്തി എന്നിൽ ഭക്തി. മയാ അനുകമ്പ. സത്യം ച സത്യം പറയുക. ദയ, മയല്ല. മദ്ഭക്തി ദയ അനുകമ്പ. ഈ ദായും മായും ഒരുപോലെ തോന്നും. ദയ അനുകമ്പ, എല്ലാവരോടും ദയ ഒക്കെ നല്ല 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 ഗുണങ്ങളാണല്ലോ. സത്യം ഇമാഹ എന്നിവ ബ്രഹ്മപ്രകൃതയ. ബ്രാഹ്മണൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയണത്. ജന്മനാലുള്ളത് കൊണ്ടും ഉണ്ടട്ടോ, വാസനകളെ കൊണ്ടും എവിടെ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ടും ബ്രാഹ്മണരുടെ സ്വഭാവമാണ് അപ്പം ഇതിൽ പറഞ്ഞത്. എന്തൊക്കെ അറിയോ? മനോനിഗ്രഹം, അതാണ് എന്താ ശമം. ഇന്ദ്രിയങ്ങളെ നല്ലോണം അടക്കാൻ ഇന്ദ്രിയ ജയം, അതാണ് ദമം. ശമം എന്താണ്? മനനിഗ്രഹം. ദമം ഇന്ദ്രിയങ്ങളെ ജയിക്കൽ. പിന്നെ തപസ്സച്ചാൽ മനനം ചെയ്യലെന്ന് പറയാം. പിന്നെ ശൗചം വൃത്തി, ക്ലെൻലിനെസ്, സന്തോഷം, ക്ഷമ. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് അല്ലെങ്കിൽ കളവില്ലായ്മ, ഭഗവാനിലുള്ള ഭക്തി, ദയ, സത്യം. ഇതൊക്കെയാണ് ബ്രാഹ്മണൻ്റെ സ്വഭാവങ്ങൾ എന്നാണ് പറഞ്ഞത് ഇതിൽ. ഇനിയോ ശമോദമസ്തപശൗചം സന്തോഷക്ഷാന്തിരാർജവം മദ്ഭക്തിശ്ച ദയാ സത്യം ബ്രഹ്മപ്രകൃതയസ്ത്വിമാഹ. ഇനി 17. തേജോബലം ധൃതി ശൗര്യം തിതിക്ഷൗദാര്യമുദ്യമ സ്ഥൈര്യം ബ്രഹ്മണ്യതൈശ്വര്യം ക്ഷത്രപ്രകൃതയസ്ത്വിമാഹ. ക്ഷത്രിയൻ്റെയാണ് പറയണത്. ഇനി എന്തറിയോ? തേജ, നല്ല തേജസ്വി. ക്ഷത്രിയന്മാരെ നല്ല പരാക്രമം ഉണ്ട് അവർക്ക്. ബലം, നല്ല ബലശാലികളാണ്. ധൃതി, നല്ല ധൈര്യം. ശൗര്യം, ഭയമേ ഇല്ല. തിതിക്ഷ, നല്ല ടോളറൻസ്. ഔദാര്യം, ദാനശീലത. ഉദ്യമ, അതായത് സ്ഥിരമായിട്ട് പ്രയത്നിക്കാനുള്ള ആ ഒരു, അതായത് മടിയില്ലായ അങ്ങനെ. ബ്രാഹ്മണ്യത, ബ്രാഹ്മണ ഭക്തി, അതായത് തന്നെക്കാളും അറിവുള്ളവരോടൊക്കെ ബഹുമാനം. ഐശ്വര്യം ഇമാഹ ഇവ ക്ഷത്രിയൻ്റെ സ്വഭാവങ്ങളാണ്. എന്താണ് ക്ഷത്രിയൻ്റെ സ്വഭാവങ്ങൾ? എന്തൊക്കെ അറിയോ? നല്ല തേജസ്, ബലം, ക്ഷമ അല്ലെങ്കിൽ ടോളറൻസ് അല്ലേ, ശൗര്യം, സഹനശക്തി എന്ന് പറയാൻ വേണമെങ്കിൽ എല്ലാം. ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കാനും കഴിവുണ്ട് കേട്ടോ. ദാനശീലത, എപ്പോഴും ഇങ്ങനെ നല്ലോണം ഹാർഡ് വർക്കിങ്, നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. നല്ല സ്ഥിരത, ബ്രാഹ്മണ ഭക്തി, എല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തി. ഇതൊക്കെ ക്ഷത്രിയൻ്റെ സ്വഭാവങ്ങളാണ്. അതൊക്കെ നമ്മൾ വായിച്ചു പോയാൽ മതിയല്ലോ. തേജോബലം ധൃതി ശൗര്യം തിതിക്ഷൗദാര്യമുദ്യമ സ്ഥൈര്യം ബ്രഹ്മണ്യതൈശ്വര്യം ക്ഷത്രപ്രകൃതയസ്ത്വിമാഹ. ആസ്തിക്യം ദാനനിഷ്ഠാ ച അദംഭോ ബ്രഹ്മസേവനം അർത്തോപചയൈർ വൈശ്യപ്രകൃതയസ്ത്വിമ. ഇനി വൈശ്യൻ്റെയാണ് പറയണത്. ആസ്തിക്യം, അതായത് ഗുരുവിൻ്റെയും
നല്ല ഭക്തി, ഗുരുവിൻ്റെയും ഗുരു പറയണേലും ശാസ്ത്രങ്ങളിലും ഈശ്വരഭക്തിയൊക്കെ ഉള്ള ആൾ, വിശ്വാസം. അതാണ് ആസ്തികൻ. ദാനനിഷ്ഠ, ദാനം നല്ലോണം ചെയ്യാൻ മടിയില്ല വൈശ്യന്. അദംഭ, ബാക്കിയുള്ളവരെ ചതിക്കാതിരിക്കുക. ബ്രഹ്മസേവനം, ബ്രാഹ്മണരെ സേവിക്കുക. അർത്ഥോപചയൈഹി അതുഷ്ടിഹി ച, അതായത് ധനം സമ്പാദിക്കുന്നതിൽ അലംബുദ്ധി, അതായത് അതുഷ്ടി ഇല്ലാതിരിക്കുക. ഇമാഹ വൈശ്യപ്രകൃതയ, ഇതൊക്കെയാണ് വൈശ്യൻ്റെ പ്രകൃതി. എന്തൊക്കെയാണ് അറിയോ വൈശ്യൻ്റെ? ഈശ്വരനിലും വേദത്തിലൊക്കെ വിശ്വസിക്കുക, ദാനം ചെയ്യാനുള്ള മടിയില്ലാതിരിക്കുക, ദാനശീലം. പിന്നെ അഹങ്കാരമില്ലായ്മ, ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയൊക്കെ ബഹുമാനിക്കുക. ഐശ്വര്യം എത്ര ഉണ്ടായാലും പോരാ അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതാണ് വൈശ്യൻ്റെ അതായത് ധനം സമ്പാദിക്കുന്നത് വൈശ്യന് പ്രധാനമാണ്. അത് വൈശ്യൻ്റെ സ്വഭാവമാണ്. ഐശ്വര്യം എത്ര ഉണ്ടായാലും അതുഷ്ടിയാണെന്ന്, സന്തോഷം പോരാന്ന്. അതായത് ഐശ്വര്യം എത്ര ഉണ്ടായാലും പോരാന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും വൈശ്യൻ്റെ സ്വഭാവം. ആസ്തിക്യം ദാനനിഷ്ഠാച അദംഭോ ബ്രഹ്മസേവനം അതുഷ്ടിരർത്ഥോപചയൈ വൈശ്യപ്രകൃതയസ്തിമാഹ. അതായത് അങ്ങനെ ഈ പൈസ ഹാൻഡിൽ ചെയ്യണവരാണല്ലോ വൈശ്യന്മാർ. അപ്പോൾ അവർക്ക് എത്ര ഉണ്ടാക്കിയാലും പോരാന്ന് തോന്നും. കിട്ടിയാലും കുറച്ചും കൂടി ഉണ്ടാക്കണം, കുറച്ചും കൂടി ലാഭം ഉണ്ടാക്കണം, അതൊക്കെയാണതിൽ. ഇനി പിന്നെ 19 ശുശ്രൂഷണം ദ്വിജഗവാം ദേവാനാമപ്യമായയ തത്ര ലബ്ധേന സന്തോഷഃ ശൂദ്രപ്രകൃതയസ്ത്വിമാഹ. ശൂദ്രൻ്റെ ലക്ഷണങ്ങൾ: അമായയ, കപടമില്ല. ദ്വിജഗവാം ദേവാനാം ച, ബ്രാഹ്മണരെയും പശുക്കളെയും ദേവന്മാരെയും ശുശ്രൂഷണം, സേവിക്കുക. തത്ര, അതുവഴി. ലബ്ധേന, ലഭിച്ച ധനത്താൽ. സന്തോഷിക്കുക. ഇമാഹ ശൂദ്രപ്രകൃതയ. ഇതൊക്കെയാണ് ശൂദ്രന്മാരുടെ സ്വഭാവങ്ങൾ. എന്താ വെച്ചാൽ ബ്രാഹ്മണരെ, പശുക്കളെ, ദേവന്മാരെ മുതലായവരുടെ പിന്നെ ശുശ്രൂഷ, കാപട്യമില്ലായ്മ, അതുകൊണ്ട് സിദ്ധിക്കുന്നതിൽ കിട്ടുന്നത് സന്തോഷിച്ച് ശൂദ്രൻ. അതാണ് ശൂദ്രൻ്റെ സ്വഭാവം. അതായത് ഇതൊക്കെ ബുദ്ധി പൂർവ്വജന്മത്തിലത്തെ ഇതും അനുസരിച്ചാണ് കേട്ടോ, ജന്മനാലല്ല എന്ന് മനസ്സിലാക്കണം. അന്ന് അങ്ങനെയല്ല, പിന്നെ അതങ്ങനെ പിന്നെ ആയിത്തീർന്ന ഒരു ഇതാണ് കേട്ടോ അവിടെ. ഇനി വർണ്ണവും ആശ്രമവും ഒന്നും ഇല്ലാത്തവരുടെ സ്വഭാവത്തിനെയാണ് ഇനി അടുത്തതിൽ പറയണത്, 20 കേട്ടോ. അതും കൂടി പറഞ്ഞാൽ നിർത്തേണ്ടിയിരിപ്പോൾ. വർണ്ണാശ്രമ ഇല്ലാത്തവരുടെ സ്വഭാവമാണ് ഇനിയിപ്പോൾ പറയണത് 20. അശൗചമനൃതം സ്ഥേയം നാസ്തിക്യം ശുഷ്കവിഗ്രഹ കാമക്രോധശ്ച തർഷശ്ച സ്വഭാവോ ദേവസായിനാം. എന്താ അറിയോ, അശൗചം, അത്ര ക്ലെൻലിനെസ് ഒന്നുമില്ല അവർക്ക്, വൃത്തിയില്ലാത്തവർ. അനൃതം, അസത്യം പറയാൻ വിഷമമില്ല. സ്ഥേയം, കളവൊക്കെ കാണിക്കും. നാസ്തിക്യം, ഈശ്വരനും വേദത്തിലൊന്നും വിശ്വാസമില്ല. ശുഷ്കവിഗ്രഹ, വെറുതെ കലഹിക്കും. കാമഹ, വിഷയസുഖങ്ങളിൽ വളരെ ആഗ്രഹമാണ്. ക്രോധം, അത് സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരും. തർഷ, അത്യാഗ്രഹമുണ്ട്. അന്തേവസായീനാം, വർണ്ണാശ്രമമില്ലാത്ത നീചന്മാരുടെ സ്വഭാവം ഇതാണ്. അതായത് ഒന്നിലും ഒരു തരത്തിലുള്ള ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാവാത്തവരുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇത് പറയണത് കേട്ടോ. അതായത് അവർക്കൊരു ചിട്ടയോ നിയമോ ശമോ ദമോ പിന്നെന്താണ് ദയയോ ബാക്കിയുള്ളവരോട് സ്നേഹം അങ്ങനെയൊന്നും ഇല്ലാതെ, അതായത് ഒന്നും വേണ്ട പോലെ ഒരു തരത്തിലുള്ള ധർമ്മങ്ങളും അനുഷ്ഠിക്കാത്തവരുടെ, ഈ വർണ്ണാശ്രമങ്ങളിലുള്ളവരുടെ 4 ആശ്രമങ്ങളിലും 4 പിന്നെ എന്താണ് വർണ്ണങ്ങളിലുള്ളവരുടെ ഇതിനോടൊന്നും ബഹുമാനമില്ല. എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. താൻ തോന്നികളുടെ ലക്ഷണമാണ് ശരിക്കും ഇതിൽ പറയണത് കേട്ടോ. എന്താ അറിയോ, വൃത്തിയായിട്ട് ഒന്നും ആകവും പുറവും വൃത്തിയാക്കി വയ്ക്കില്ല. അസത്യം പറയും. പിന്നെ കക്കാൻ വിരോധമില്ല. മോഷണം ചെയ്യും. നിരീശ്വരവാദികളാവും. വെറുതെ കലഹത്തിന് വരും. കാമം, ക്രോധം, ലോഭം ഇതൊക്കെ അവർക്ക് വളരെയധികം ഉണ്ടാവും എന്നാണ് ഈ ഒരു വർണ്ണാശ്രമങ്ങളിലും പെടാത്ത താന്തോന്നികളുടെ സ്വഭാവമാണ് ഭഗവാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ നമുക്ക് 20 വായിച്ച് നിർത്താം. അശൗചമനൃതം, അശൗചം വെച്ചാൽ എന്താ? വൃത്തിയില്ലായ്മ കേട്ടോ. അനൃതം വെച്ചാൽ അസത്യം. സ്തേയം കളവ്. നാസ്തിക്യം, നാസ്തികൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി. ശുഷ്കവിഗ്രഹ, വേഗം കലഹത്തിന് പുറപ്പെടും. കാമക്രോധശ്ച തർഷശ്ച, കാമവും ക്രോധവും ലോഭവും ഒക്കെ അവർക്കുണ്ട്. സ്വഭാവവും ദേവസായിനാം, ഒരു അതായത് ഇവരാണ് വർണ്ണാശ്രമഹീനന്മാരുടെ സ്വഭാവം ഇതൊക്കെ ആകുന്നു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.